ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നത് ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി പറയാനാണ് കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് പുഡിങ്ങാണ് കേട്ടോ അത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് അരക്കപ്പ് കോൺഫ്ലോറാണ്. 1/4 കപ്പ് അളവിൽ മാത്രമാണ് പഞ്ചസാര ചേർത്തേക്കുന്നത്. പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്കൊരു അരക്കപ്പ് വരെ പഞ്ചസാരയാവാം കേട്ടോ. ഇവിടെ പഞ്ചസാര ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തത്. അരക്കപ്പ് വരെ എടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് വാനില എസൻസ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 2 3 ഏലക്കായ പൊടിച്ചിട്ട് ചേർക്കാം. അത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ട് കട്ടയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് എവിടേക്കും പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഈ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കുറുകി വരും. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുറുകി വരും കേട്ടോ. അപ്പോൾ അത് കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കിയിട്ട് ടൈറ്റ് ആവാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് അടിയെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീ നല്ലപോലെ സ്ലോയിലാക്കി കൊടുക്കുക കേട്ടോ. നോക്കിയത് കുറുകി വരുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ക്രീമി പരിവായിട്ടുണ്ട്. ഈ പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ബൗളിൽ എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓയിലൊന്നും തേക്കണ്ട. ഇത് അങ്ങനെ തന്നെ ചൂടോടെ തന്നെ ബൗളിലോട്ട് മാറ്റാം. അതൊരു 3-4 മണിക്കൂർ നമുക്ക് വെക്കാം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇതിപ്പോൾ പരത്തി കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഈ ബൗളിലോട്ട് ഇട്ടിട്ട് ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിലാണ് വെച്ചത്. പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അരമണിക്കൂറാകുമ്പോൾ വെള്ളം ഐസൊന്നും ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു 2 മണിക്കൂർ ആക്കിയെടുത്തു കേട്ടോ. ആക്കിയെടുക്കുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് വരും. നല്ല വായിലിട്ട അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു പുഡിങ് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയേ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഉണ്ടാക്കി നോക്കിയേ. നല്ല പോലെ തന്നെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. അതേമാതിരി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും